ഹായ് ഹലോ, നമ്മൾ ഇന്ന് നമ്മുടെ PYQ സീരീസിലെ ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, മലയാളത്തിൽ ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2026 ഒത്തിരി ഡിഗ്രി മെയിൻസ് എക്സാംസ് ഉണ്ട്. കമ്പനി ബോർഡ് എക്സാം ഉണ്ട്, യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട്, പിന്നെ SI എക്സാം ഉണ്ട്, പിന്നെ SBCID, അങ്ങനെ ഒത്തിരി എക്സാംസ് ഉണ്ട്. അതിനെല്ലാത്തിനും യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അത് 51 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, 51 എന്താണ്? വിച്ച് ടേം ഓഫ് ദ സീക്വൻസ് 3, 8, 13, 18 എക്സെട്ര ഈസ് 78? മലയാളം ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് നോക്കിക്കോളുക. എന്താണ്? നമ്മുടെ സീക്വൻസിലെ ഏത് ടേമാണ്, എത്രാമത്തെ ടേമാണ് 78? 78ന്റെ പൊസിഷൻ കണ്ടുപിടിക്കണം, കണ്ടുപിടിക്കണം. അതിന്റെ പൊസിഷൻ എത്രാമത്തെ, ഏത് ടേം ആയിരിക്കും, എത്രാമത്തെ ടേം ആയിരിക്കും 78 എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇതൊരു സീരീസ്, അതായത് AP ആണോ എന്ന് നോക്കാം. 3, 8 എത്രയാണ് ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും ഇവിടെ? 5 ആയിരിക്കും. ആണല്ലോ, 5 ആണ്. അടുത്തത് 8ഉം 13 എത്രയാണ് ഇവിടെ? 8ഉം 5ഉം ആണ് 13, 5 ആണ്. അടുത്തത് 5 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഉണ്ട്. എത്രയാണ്? 5 ആണെന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് 5 ആണ് അല്ലേ. അടുത്ത് ഫസ്റ്റ് ടേം അറിയാം 3. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? n കണ്ടുപിടിക്കണം. അപ്പോൾ n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? n is equal to ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ d പ്ലസ് 1, അതായത് അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1, d പ്ലസ് 1. ലാസ്റ്റ് ടേം എത്രയാണ്? 78 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 78 എത്രാമത്തെ പദം എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 78 മൈനസ് ഫസ്റ്റ് ടേം എത്രയാണ്? 3 ആണ് ബൈ d എത്രയാണ്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, 5 പ്ലസ് 1. 78 3 കുറച്ചാൽ എത്ര കിട്ടും? 75 എന്ന് കിട്ടും. ഇനി 75ന് 5 കൊണ്ട് ഭാഗിച്ചാൽ എത്ര കിട്ടുന്നു? 15 എന്ന് കിട്ടും. 15 പ്ലസ് 1 എത്രയാണ്? 16 ആണ്. ചെയ്ത് നോക്കുമല്ലോ, 16 ആണ്. അപ്പോൾ 51 ഓപ്ഷൻ സി എന്ന് കിട്ടി. അടുത്തത് 52ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. സിംപ്ലിഫൈ 0.2 the whole raised to 4 into 0.27 divided by 0.03 the whole raised to 3. അപ്പോൾ നമുക്ക് എന്ത് കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ തോന്നും. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? 0.2 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതുന്നു? 0.2 നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? 2നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ദ ഹോൾ റൈസ് ടു 4 അല്ലേ. ഇനി 27 എങ്ങനെ വന്നു? 27 എന്ന് പറഞ്ഞാൽ 27 ദ ഹോൾ റൈസ് ടു 27 ഡിവൈഡഡ് ബൈ 100 ആണ് 0.27 അല്ലേ. ഇനി താഴെ നോക്കിയേ, 0.03 എന്ന് പറഞ്ഞാൽ 3/100 അല്ലേ, ദ ഹോൾ ക്യൂബ്. മനസ്സിലായോ? പോയിന്റ് വന്നിരിക്കുന്ന നമ്പേഴ്സിനെ ഞാൻ എന്താക്കി? ഫ്രാക്ഷൻ ആക്കി എഴുതി, അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി പവർ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ എന്താ ഇവിടെ? 2/4 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 27/100 ഡിവൈഡഡ് ബൈ 3/100 ദ ഹോൾ റൈസ് ടു 3 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. 2/4 ഡിവൈഡഡ് ബൈ 10/4 ഇൻറ്റു 27/100 അല്ലേ. ഇനി നോക്ക്, ഛേദത്തിൽ 3/100 ദ ഹോൾ ക്യൂബ് എന്നാണ് കിടക്കുന്നത്. അതായത് 3 ക്യൂബ് ബൈ 100 ക്യൂബ്, അങ്ങനെയല്ലേ കിടക്കുന്നത്. അപ്പോൾ ഛേദത്തിലൊരു ഭിന്നസംഖ്യ ഭാഗിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഛേദത്തിലെ ഭിന്നസംഖ്യയുടെ റെസിപ്രോക്കലും കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പോൾ 3/100 എന്നുള്ളത് എന്താകുന്നു? 100/3 എന്നാവും. ഇനി നമുക്ക് ക്യൂബ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെയും ക്യൂബ് വരും, ഇവിടെയും ക്യൂബ് വരും ഇല്ലേ. ഇനി നോക്കിയേ, 2/4 എന്നാണ് കിടക്കുന്നത്. 2/4 ഉണ്ട്. 27 ഞാൻ എങ്ങനെ എഴുതുന്നു? 2/4 അതുപോലെ എഴുതി ഇൻറ്റു 27 എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് അല്ലേ, 3 ക്യൂബാണ് ഇൻറ്റു 100/3 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അതെങ്ങനെ വരും? ഒന്നുകിൽ സ്പ്ലിറ്റ് ചെയ്യാം, അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ 100/3 എന്ന് പറഞ്ഞാൽ അവിടെ എത്ര സീറോ വരും? 100. പിന്നെ എത്ര സീറോ ആയിരിക്കും പറഞ്ഞത്? 100 × 100 × 100 എന്നാ, അങ്ങനെ എഴുതട്ടെ. 100 × 100 × 100 എന്നാണ് കിടക്കുന്നത്, ആണല്ലോ. ഡിവൈഡഡ് ബൈ 10/4 എന്ന് പറയുമ്പോൾ അവിടെ എത്ര സീറോ വരും? 10 × 10 × 10, അതായത് 4 10 ഇൻറ്റു ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 4 സീറോ വരും. മനസ്സിലായോ? 10 × 10 × 10 × 10 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 × 10. അപ്പോൾ അതറിയാമല്ലോ. ഇനി നോക്കി, ഇവിടെ ഒരു 100 ഉണ്ട്. ഇൻറ്റു 100 ഇൻറ്റു 3 ക്യൂബ് അതുപോലെ എഴുതും. ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതേ ഉള്ളൂ. വലിയ പാടൊന്നുമില്ല. തന്നിരിക്കുന്ന സാധനം പവർ നിങ്ങൾക്ക് എങ്ങനെ വരും എന്ന് വെച്ചാൽ അങ്ങനെ എഴുതി. ഇനി നമുക്ക് ആരെയൊക്കെ ക്യാൻസൽ ചെയ്യാം? 3 ക്യൂബും ക്യാൻസൽ ചെയ്യാം.
ഇവിടെ 2 0 ഉണ്ട്, 100 ഉണ്ട്, ഇവിടെയും 100 ഉണ്ട്. ഇവിടെ 2 0 ഉണ്ട്, പിന്നെ 2 0 ഉണ്ട്, മൊത്തം 4 0 ഉണ്ട്, ഇവിടെയും 4 0 ഉണ്ട്. അതെല്ലാം ക്യാൻസൽ ചെയ്തു. ബാക്കി ഇനി എന്തേ ഉള്ളൂ? 2/4 ഉള്ളൂ. നമ്മുടെ ഓപ്ഷൻ എങ്ങനെയാണ് കിടക്കുന്നത്? 2/4 എന്നാണോ കിടക്കുന്നത്? അല്ല, 2/4ന്റെ വാല്യൂ നമ്മളപ്പോൾ കണ്ടുപിടിക്കണം. എത്രയാണ് 2/4? 16 ആണ്. 16 ആണ്. അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ 2/4നെ ഞാൻ എങ്ങനെ എഴുതുന്നു? 2² എന്ന് എഴുതിക്കൂടെ? 2/4 എന്ന് പറഞ്ഞാൽ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 2/2 × 2 4 എന്ന് തന്നെ കിട്ടും. 2² എത്രയാണ്? 4 ആണ്. 4² എന്ന് കിട്ടും അല്ലേ? 4² എത്രയാണ്? 16 ആണ്. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു രീതി എന്ന് പറയുന്നത് 2² × 2² എന്ന് ചെയ്താലും 2/4 കിട്ടത്തില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? x⁻m × x⁻n, x⁻m + n, അങ്ങനെ 2/4 കിട്ടുമെന്നാണ് പറഞ്ഞത്. 2² 4 ആണ്. ഇൻറ്റു 2² എത്രയാണ്? 4 ആണ്. 4 × 4 60. അങ്ങനെയും ചെയ്യാം. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ അല്ലേ? ബാക്കി ചെയ്യാം. അടുത്ത 53ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2 numbers are in the ratio 2:3. If 5 is subtracted from each, they are in the ratio 3:5. നോക്ക്, 2 നമ്പേഴ്സ് ഉണ്ട്. മലയാളം വായിച്ചു നോക്കണം. 2 നമ്പേഴ്സ് ഉണ്ട്, അവരുടെ റേഷ്യോ തന്നിട്ടുണ്ട് 2:3. അപ്പോൾ നമ്മൾ നമ്പേഴ്സിനെ 2x എന്നും 3x എന്നും എടുക്കുന്നു. 2x ഉം 3x ആയി. അപ്പോൾ എന്ത് ചെയ്യുന്നു? 5 is to be subtracted. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 നിന്നും 5 സബ്ട്രാക്ട് ചെയ്യുന്നു. ഫ്രം ഈച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2x - 5 എടുക്കുന്നു, 3x - 5 എടുക്കുന്നു. അപ്പോൾ റേഷ്യോ 3:5 ആവും. അപ്പോൾ 3/5 എന്ന് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യും? 5 × 2x - 5 ചെയ്യും അല്ലേ? അപ്പോൾ അതെങ്ങനെ വരും? എഴുതാം. 2x - 5 × 5 is equal to 3x - 5 × 3. അപ്പോൾ എന്ത് വരുന്നു? 3x - 5 × 3. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 5 × 2x 10x വരും. 5 × -5 -25 എന്ന് വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതാണ്, അറിയാലോ. അടുത്തത് 3 × 3x 9x എന്ന് വരും. 3 × -5 -15 എന്നും വരും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? x ഒരു സൈഡിലാക്കും. പ്ലസ് 9x അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും? 10x - 9x എന്ന് വരും. ഇനി ഇവിടെ -25 സമത്തിനപ്പുറം പോകുമ്പോൾ +25 ആവും. +25 ഉണ്ട്. ഇവിടെ ഒരു -15 ഉണ്ട്. മനസ്സിലായോ? സൈനൊക്കെ നോക്കി തന്നെ കൊണ്ടുപോകണം. ഓക്കെ. ഇനി 10x ന്ന് 9x കുറച്ചാൽ x കിട്ടും. 25 ന്ന് 15 കുറച്ചാൽ 10 കിട്ടും. x 10 എന്ന് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ 2x എത്രയാണ്? 2 × 10 എന്ന് കിട്ടും. 2 × 10 എത്രയാണ്? 20. ഫസ്റ്റ് നമ്പർ ഏതാണ്? 20 അല്ലേ? ഓക്കെ ആണല്ലോ. 20 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 54ാമത്തെ ക്വസ്റ്റ്യൻ. ദ ആവറേജ് ഓഫ് 10 നമ്പേഴ്സ് ഈസ് 12. അതായത് 10 നമ്പേഴ്സിൻ്റെ ആവറേജ് 12 ആണ്. അപ്പോൾ നമുക്ക് സം എന്ത് എഴുതാം? രണ്ടും കൂടെ ഇൻറ്റു ചെയ്താൽ പോരെ? സം കണ്ടുപിടിക്കാൻ ആവറേജും നമ്പറും കൂടെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 10 × 12 120 എന്ന് കിട്ടി. സം എന്തെന്ന് കിട്ടി? 120. ഇഫ് വി സബ്ട്രാക്ട് 3 ഫ്രം ഈച്ച് നമ്പർ, ഓരോ നമ്പറിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? 3 മൈനസ് ചെയ്യുന്നു. ഒരു നമ്പറിൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ സമ്മിൽ 3 കുറയും. 2 നമ്പറിൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ 6 കുറയും. അങ്ങനെ ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 10 നമ്പേഴ്സ് ഉണ്ട്. 10 നമ്പറിൽ നിന്ന് ഞാൻ ഓരോ നമ്പറിൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ 30 കുറയും. ഇല്ലേടെ 10 × 3 30 കുറയും. ഓക്കെ. അപ്പോൾ 120 ഞാൻ 30 കുറച്ചു. ഓക്കെ. വാട്ട് ഈസ് ദ ന്യൂ ആവറേജ്? നമ്പറിന് അവിടെ ചേഞ്ച് വരുന്നുണ്ടോ? സമ്മ് മാറുന്നുണ്ട്. കാര്യം ഓരോ നമ്പറിൽ നിന്ന് ഞാൻ 3 മൈനസ് ചെയ്യുമ്പോൾ മൊത്തം 30 കുറയും. സമ്മ് അവിടെ മാറുന്നുണ്ട്. പക്ഷെ എന്തില്ല? നമ്പറിന് ചേഞ്ച് ഇല്ല അല്ലേ? ഇപ്പം നമ്പറിന് ചേഞ്ച് ഇല്ല. അപ്പം നമ്മൾ 10 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. 120 - 30 എത്രയാണ്? 90 എന്ന് കിട്ടും. 90/10 എത്രയാണ്? 90/10 9 എന്ന് കിട്ടും അല്ലേ? 90/10 9. 54 ഓപ്ഷൻ ഡി എന്ന് കിട്ടി. അപ്പോൾ അടുത്ത് നമുക്ക് 55 ചെയ്യാം. 55ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 3x - y = 2187 ആണ്. പിന്നെ അതുപോലെ 3x + y = 243 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് x. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ 2187നെയും 243നെയും 3ന്റെ പവറാക്കി എഴുതണം അല്ലേ? എന്നാലേ നമുക്ക് x - yയും x + yക്കും ഈക്വൽ ആയിട്ടുള്ള നമ്പർ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ x കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം. 2187നെ എന്ത് ചെയ്യുന്നു? 3ന്റെ പവറാക്കി എഴുതാൻ വേണ്ടിയിട്ട് 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ എന്ത് വരുന്നു? 729 വരും അല്ലേ? ഇനി 729ൽ 3 എത്ര തവണയുണ്ട്?
2 3 6, 6 വരുന്നു, പിന്നെ 12 ആവുന്നു, 4, പിന്നെ 3 എന്ന് വരുന്നു. 243 കിട്ടും. പിന്നെ അതിലെത്ര 3 ഉണ്ട്? 8 3 24, പിന്നെ 1 ഉണ്ട്. അടുത്തത് അതിലെത്ര 3 ഉണ്ട്? 81 എത്ര 3 എന്ന് ചോദിച്ചാൽ അത് 27 ആണ്. 27 എന്ന് പറയുന്നത് 3 ക്യൂബ് ആണ് അല്ലേ? ഇനി ബാക്കി നോക്കിയേ, ഇതെങ്ങനെ എഴുതാം? 3 1 2 3 4, 3 into 3 എന്ന് കിട്ടും അല്ലേ? അതായത് x raised to m into x raised to n എന്ന് പറഞ്ഞാൽ x raised to m plus n ആണ്. 4 + 3 എത്ര കിട്ടും? 7 എന്ന് കിട്ടി. അതായത് 2187 എന്തെന്ന് എഴുതാം? 3 raised to 7 എന്നും അല്ലേ? അതുപോലെ ഇനി 243നെയും നമ്മൾ എന്ത് എഴുതണം? 3 raised to ഏത് നമ്പർ ആണെന്നുള്ള എഴുതണം. നമുക്ക് 243 ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് എന്ത് എഴുതാം? 3ന്റെ സ്ക്വയർ ഇൻറ്റു 3ന്റെ ക്യൂബ്. അപ്പം എന്ത് വരും? അതെന്തെന്നാവും? 243 എന്ന് പറയുന്നത് 3 raised to 5 എന്ന് എഴുതാം. എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇത് തൊട്ട് നമ്മൾ ബാക്കി എടുക്കും. അപ്പോൾ 1 2 പിന്നെ ഇതിലുള്ള 3 കൂടെ ആകുമ്പോൾ 5 ആവും. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ 2187 എന്ന് പറഞ്ഞാൽ 3 raised to x minus y ആണ്. അപ്പോൾ 3 raised to x minus y is equal to 3 raised to 7 എന്നും അല്ലേ? അപ്പോൾ x minus y equal to 7 എന്നും കിട്ടും. അതുപോലെ രണ്ടാമത്തെ നമ്പറിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് എഴുതുമ്പോൾ 3 raised to x plus y is equal to എന്തെന്ന് വരും? 3 raised to 5 എന്നും എഴുതാം. 243 പകരം എന്തെന്ന് എഴുതാം? 3 raised to 5 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് x plus y is equal to 5 എന്ന് എഴുതാം. നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത് x ആയതുകൊണ്ട് രണ്ട് നമ്പേഴ്സും കൂടെ, രണ്ട് ഇക്വേഷനും കൂടെ എന്ത് ചെയ്യാം? കൂട്ടാം. എക്സും എക്സും 2x ആവും. ഇവിടെ y ആണേ. എക്സും എക്സും 2x ആവും. പിന്നെ മൈനസ് വൈയും പ്ലസ് വൈയും എന്താവും? ക്യാൻസൽ ആയി പോവും. ബാക്കി 7 5 12 എന്ന് കിട്ടുന്നു. ഇനി 2x equal to 12 ആണെങ്കിൽ x equal to 12/2 that is 6 എന്ന് കിട്ടി. ക്യാൻസൽ ചെയ്ത് 6 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ 55 ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 56ാമത്തെ ക്വസ്റ്റ്യൻ. എഡ്വിൻ കംപ്ലീറ്റ്സ് എ ജേർണി ഇൻ 11 hours. എഡ്വിൻ എന്ത് ചെയ്യുന്നു? ഒരു ജേർണി 11 മണിക്കൂറിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. ഹി ട്രാവൽസ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ജേർണി അറ്റ് ദ റേറ്റ് ഓഫ് 20 km/h. അപ്പോൾ നമുക്ക് മൊത്തം എടുക്കുന്ന ടൈം തന്നിട്ടുണ്ട് 11 മണിക്കൂർ. പിന്നെ ഫസ്റ്റ് ഹാഫ് എത്ര സ്പീഡിലാണ് പോകുന്നത്? ഫസ്റ്റ് ഹാഫ് 20 km/h പോകുന്നത് അല്ലേ? അടുത്തത് ആൻഡ് സെക്കൻഡ് ഹാഫ് അറ്റ് ദ റേറ്റ് ഓഫ് 24. സെക്കൻഡ് ഹാഫ് 24 km/h സ്പീഡിലാണ് പോകുന്നത്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ കിലോമീറ്റർ. ഡിസ്റ്റൻസ് കിലോമീറ്ററിൽ ട്രാവൽ ചെയ്തത് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ എല്ലാം മണിക്കൂറിലും പിന്നെ അതുപോലെ കിലോമീറ്ററിലൊക്കെയാണ്. യൂണിറ്റ് ഒന്നും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ ഡിസ്റ്റൻസ് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് അറിഞ്ഞാൽ ബാക്കിയും കണ്ടുപിടിക്കാം ആണല്ലോ. ഇതിനടുത്ത ടോട്ടൽ ടൈം നമുക്കറിയത്തില്ലേ? ടോട്ടൽ ടൈം നമുക്കറിയാമല്ലോ. എത്രയാണ്? 11 മണിക്കൂർ. അപ്പോൾ ഇവിടുത്തെ ഒരു ആവറേജ് സ്പീഡ് ആദ്യം കണ്ടുപിടിക്കാം. രണ്ട് സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആണ്. ഫസ്റ്റ് ഹാഫ് എന്നും സെക്കൻഡ് ഹാഫും തന്നിട്ടുള്ളതുകൊണ്ട് ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് ആവറേജ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? സ്പീഡ് എന്ന് പറയുന്നത് S1 S2 ഡിവൈഡഡ് ബൈ 2S1 S2 ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. 2S1 S2 ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2 ആണ്. അപ്പോൾ ആദ്യത്തെ സ്പീഡ് S1 എത്രയാണ്? 2 ഇൻറ്റു S1 എത്രയാണ്? 20 ആണ്. 2 ഇൻറ്റു 20 ഇൻറ്റു S2 24 ആണ്. ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2. 24ഉം 20ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നു? 44 എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്യാം. 2ഉം 44 ക്യാൻസൽ ചെയ്തു 22 എന്ന് കിട്ടി അല്ലേ? 24ഉം 22ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 11 വരും. അതുപോലെ ഇവിടെ എത്ര കിട്ടുന്നു? 12 എന്നും കിട്ടും അല്ലേ? 12ഉം 11ഉം ആയി. 12 ഇൻറ്റു 20 എത്രയാണ്? 12 ഇൻറ്റു 20 240 എന്ന് കിട്ടി. 240/11 അവിടുത്തെ സ്പീഡ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്പീഡ് നമുക്കറിയാം 240/11 km/h ഇൻറ്റു ടൈം എത്രയാണ്? 11 hours എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 11 ക്യാൻസൽ ചെയ്ത് ആൻസർ എന്ത് വരുന്നു? 240 ഓപ്ഷൻ ഡി എന്ന് വരുന്നു. ഓക്കെ, 56 ഓപ്ഷൻ ഡി എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്തത് 57ാമത്തെ ക്വസ്റ്റ്യൻ. 2 women and 5 men can together finish a work in 4 days. ഒരു 2 വുമനിനും 5 മെന്നിനും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 4 ദിവസം എടുക്കും. അതുപോലെ while 3 women and 6 men can finish the same work in 3 days. അപ്പോൾ സെയിം വർക്ക് തന്നെ 3 വുമനും 6 മെന്നിനും കൂടെ എത്ര ദിവസം എടുക്കും? 3 ദിവസം എടുക്കും. നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാമല്ലോ. 2 men and 5
2 women and 5 men അല്ലേ? അപ്പോൾ അതെഴുതാം. 2 women and 5 men can together finish a work in 4 days. അതുപോലെ 3 women and 6 men. 3 women and 6 men can complete the same work in 3 days. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തു. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇവിടെ അതില്ല, അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 4 × 2W എന്ന് പറയുന്നത് 8W ആവും. അടുത്തത് എന്താവുന്നു? 20 M എന്നാവുന്നു. ഈക്വൽ ടു അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 9W + 18 M എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? M എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരാം. 20M - 18M is equal to 9W - 8W എന്ന് കിട്ടും. ആണല്ലോ. 20 ന്ന് 18 മൈനസ് ചെയ്താൽ 2M is equal to 9W - 8W എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു W, ദാറ്റ് ഈസ് W എന്ന് കിട്ടി. അപ്പോൾ M/W ഇനി കണ്ടുപിടിക്കാം. M/W is equal to എന്ത് ചെയ്യുന്നു? ഇവിടെ 1 ഉണ്ട്, 2 / 2 ആവുന്നു, 1/2 എന്ന് കിട്ടി. അപ്പോൾ M ഉം W തമ്മിലുള്ള റേഷ്യോ കിട്ടി. ഇനി നമുക്ക് വർക്ക് കണ്ടെത്തണം. വർക്ക് is equal to ഇതാണ് നമ്മുടെ വർക്ക്. അതിൽ നമ്മൾ W ഉം M ഉം ഇട്ട് കൊടുക്കും. അപ്പോൾ എങ്ങനെ വരും? ബ്രാക്കറ്റിനുള്ളിൽ 2 × W എത്രയാണ്? 2 ആണ്. 2 × 2 + 5 എഴുതി. 5 × M എത്രയാണ്? M എത്രയാണ്? 1 ആണ്. 5 × 1 പുറത്തൊരു 4 ഉണ്ട്. ഇനി 2 × 2 4, 4 + 5 × 4 എന്നുണ്ട് ഇല്ലേ? 5 4 എത്ര കിട്ടുന്നു? 9. 9 × 4 36, 36 എന്ന് കിട്ടി. വർക്ക് കിട്ടി 36. ഇനി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ 1 man alone ടു ഫിനിഷ് ദ വർക്ക്. വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാന് മാത്രമായിട്ട്, ഒരു പുരുഷന് മാത്രമായിട്ട് എത്ര സമയം എടുക്കുന്നു? വർക്ക് ഇവിടെ അറിയാം 36. ഇനി ഒരു പുരുഷൻ്റെ എഫിഷ്യൻസിയാണ് ഈ തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് എത്രയാണ്? 1 ആണ്. ഒരാളുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. 1 × 1 എന്ന് കിട്ടും. 1 × 1 1 ആണ്. 36/1 എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ്. ആൻസർ എത്ര കിട്ടുന്നു? ഓപ്ഷൻ A 36. അടുത്തത് 58ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് ക്യാൻസൽഡ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 59ാമത്തെ ക്വസ്റ്റ്യൻ. കിരൺ വാസ് വർക്കിംഗ് ഇൻ എ പ്രൈവറ്റ് ഫിനാൻഷ്യൽ ഫേം. ഹി ഇൻവെസ്റ്റഡ് 50,000 കണ്ടോ at an interest rate of 12% per annum, compounded half yearly. What will be the amount he receives after 1 year? ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? എന്താണ് അവന് ഒരു വർഷം കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട്? മുന്നേ നമ്മൾ പഠിച്ചൊരു ക്വസ്റ്റ്യനിൽ എങ്ങനെയായിരുന്നു? ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരുന്നത്. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 50,000 രൂപ എന്ത് ചെയ്തു? കിരൺ വർക്ക് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇനി എന്ത് തന്നിട്ടുണ്ട്? 12% per annum എന്നാണ് തന്നിരിക്കുന്നത്. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയെന്ന്? 12% തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് P അറിയാം. എത്രയാണ് P? 12. 50,000 ഇല്ലേ? ഇനി അടുത്തത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 12%. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12%. ഓക്കെ, പിന്നെന്ത് തന്നിട്ടുണ്ട്? നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദ എമൗണ്ട് ഹി റിസീവ്സ് ആഫ്റ്റർ 1 year. ഒരു വർഷത്തിന് ശേഷം കിരണിന് കിട്ടുന്ന പൈസ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തുക കണ്ടുപിടിക്കുക അല്ലേ? അപ്പോൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള കണ്ടുപിടിക്കാനാണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഹാഫ് ഇയർലി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ തന്നിരിക്കുന്ന സാധനങ്ങൾക്ക് ചേഞ്ച് വരുത്തും, എന്നിട്ട് ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുക്കും. നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രിൻസിപ്പൽ എമൗണ്ട് സെയിം ആവും. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് എന്താകും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതിൻ്റെ പകുതി എടുക്കും, അതായത് എത്രയാവും? 6% ആവും. അതുപോലെ ഇയർ, നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാവും? ഇരട്ടിയാക്കും. അപ്പോൾ അത് 2 ആവും. 1ൻ്റെ ഇരട്ടി എത്രയാണ്? 2 ആവും. അപ്പോൾ ഇനി ഈ തന്നിരിക്കുന്ന സാധനങ്ങൾ വെച്ച് നമ്മൾ ചെയ്യണം. 2 വർഷത്തേക്കാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്താലോ? ആദ്യം 50,000 രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ള 6% പലിശ എത്രയെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എത്ര കിട്ടുന്നു? 2 0യും 2 0യും ക്യാൻസൽ ചെയ്തു. ബാക്കി 500 × 6 എന്ന് കിട്ടും. 5 6 എത്രയാണ്? 30 ആണ്. 30 പിന്നെ 2 0. അപ്പോൾ എങ്ങനെ വരും? 30 പിന്നെ 2 0 ആയപ്പോൾ 3000 ആയി ഇല്ലേ? അപ്പോൾ 53,000 ആണ് ആദ്യ വർഷം ആയ തുക. 53,000 രൂപയായി. ഇനി രണ്ടാമത്തെ വർഷത്തെ കണ്ടുപിടിക്കാൻ വീണ്ടും 53,000ൻ്റെ 6% കണ്ടുപിടിക്കണം. അതെത്രയാവും? 2 0 2 0 ക്യാൻസൽ ചെയ്തു. ഇനി 53 × 6 ചെയ്യണം. 53 × 6 എന്ന് വരും. 18 1 31 31 31 3,180 എന്ന് വരും അല്ലേ? 3,180. രണ്ടാമത്തെ വർഷം എത്ര കിട്ടുന്നു?
3180 രൂപ പലിശ കിട്ടുന്നു. ഇനി ടോട്ടൽ എമൗണ്ട് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂട്ടാം. 0, 8, 1, 6, 5 56,180 എന്ന് കിട്ടുന്നു. അതേതാണ് ഓപ്ഷൻ? 56,180 ഓപ്ഷൻ ബി. 59 ഓപ്ഷൻ ബി എന്ന് കിട്ടി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 60 ആണ്. 60ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. നിവിൻ ബൈസ് എ വാച്ച് ഫോർ ₹500. 500 രൂപയ്ക്ക് നിവിൻ എന്ത് ചെയ്തു? ഒരു വാച്ച് വാങ്ങി. സെൽസ് ഇറ്റ് ടു ഷിനോയ് അറ്റ് 10% പ്രോഫിറ്റ്. 10% ലാഭത്തിൽ ഷിനോയ്ക്ക് വിറ്റു. നമുക്ക് നോക്കാം. നിവിനുണ്ട്. നിവിൻ എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 500 രൂപയ്ക്ക് വാങ്ങിയിട്ട് ഷിനോയ്ക്ക് വിറ്റു. 10% ലാഭത്തിൽ ഷിനോയ്ക്ക് വിറ്റു. ഓക്കെ. ഷിനോയ് ദെൻ സെൽസ് ഇറ്റ് ടു ജെനു. ജെനുവിന് എന്ത് ചെയ്തു? 20% ലോസിന് വിറ്റു. 20% നഷ്ടത്തിൽ ആർക്ക് വിറ്റു? ജെനുവിന് വിറ്റു. 20% നഷ്ടമാണ് അല്ലേ. ഇനി എന്ത് തന്നിട്ടുണ്ട്? ആൻഡ് ജെനു സെൽസ് ഇറ്റ് ടു ജീവൻ. ജെനു എന്ത് ചെയ്തു? ജീവന് വിറ്റു. എത്ര? 10% ലോസ്. അത് 10% നഷ്ടത്തിന് ജീവന് വിറ്റു. 10% നഷ്ടമാണ്. ഓക്കെ. ഇനി ഹൗ മച്ച് ഡിഡ് ജീവൻ പേ ഫോർ ദ വാച്ച്? ജീവൻ ഈ വാച്ചിന് എത്ര പേ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മലയാളം ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. ആദ്യം 500ന്റെ 10% ലാഭം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 500ന്റെ 10% കണ്ടുപിടിക്കാം. 500ന്റെ 10% എന്നാകുമ്പോൾ അത് എത്രയാണ്? 50 ആണ് അല്ലേ. 500ന്റെ 10% എത്രയാണ്? 50 ആണ്. ഒരു 0 ക്യാൻസൽ ചെയ്തു. 50 ആണ്. അപ്പോൾ 500ന്റെ കൂടെ 50 കൂടെ ചേർത്ത് 550 രൂപയ്ക്കാണ് ആർക്ക് വിറ്റത്? ഷിനോയ്ക്ക് വിറ്റത്. ഇനി എന്ത് ചെയ്തു? 20% ലോസിനാണ് എന്ത് ചെയ്തത്? നഷ്ടത്തിൽ ആർക്ക്? ജെനുവിന് വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 550ന്റെ 20% നഷ്ടം എന്ന് പറയുമ്പോൾ എന്ത് കണ്ടുപിടിക്കണം? 550ന്റെ 20% നഷ്ടം എന്ന് പറയുമ്പോൾ 80 കണ്ടുപിടിക്കണം. 80 കണ്ടുപിടിക്കണം അല്ലേ. ഇനി എന്ത് ചെയ്യാം? 2 സീറോയും ഈ 0 ഈ 0 2 സീറോസ് ക്യാൻസൽ ചെയ്തു. ഇനി എന്തുണ്ട്? 55 × 8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 55 × 8 ഇൻറ്റു ചെയ്ത് നോക്കാം. 44 44 എന്ന് കിട്ടും. 440 രൂപയ്ക്കാണ് ആർക്ക് വിറ്റത്? ജെനുവിന് വിറ്റത്. 440 രൂപ. ഇനി ഈ 440നെ എന്ത് ചെയ്തു? ജെനു ആർക്ക്? ജീവന് 10% നഷ്ടത്തിന് വിറ്റു. വീണ്ടും വില കുറഞ്ഞ് വിറ്റു. 10% നഷ്ടം എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 90 ആണ്. 90. അപ്പോൾ അത് കണ്ടുപിടിക്കാം. 0 ക്യാൻസൽ ചെയ്തു ഇല്ലേ. ഇനി എന്താണ്? 44 × 99 എത്ര കിട്ടുന്നു? 36. പിന്നെ 39 എന്ന് കിട്ടുന്നു. 396 അല്ലേ. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി. 60 ഓപ്ഷൻ ബി. 396 എന്ന് കിട്ടുന്നു. ഓക്കെ. അടുത്ത 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. 61ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ മിസ്സിംഗ് ടേം ഇൻ ദ സീരീസ്. സീരീസിലുള്ള മിസ്സിംഗ് ടേം കണ്ടുപിടിക്കാം. 3, 15 പിന്നെ ഒരു ഡാഷ് ഉണ്ട്. 255 ഉണ്ട്. 1023 ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ മിസ്സിംഗ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എന്താണ് റിലേഷൻ? ആദ്യത്തെ 3 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 4 - 1 ആണ് അല്ലേ. 4ന്ന് 1 പോയതാണ്. 15 എന്ന് പറഞ്ഞാൽ നോക്കിയേ. 15 എന്താണ്? 16 - 1 അല്ലേ. ആ 4ഉം 16 ഒക്കെ എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ ഈ 255 തന്നിട്ടുണ്ട്. അതെന്താണ്? 256 1 പോയതാണ്. അതുപോലെ 1023 എന്ന് പറയുന്നത് 1024 1 കുറച്ചതാണ്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നോക്കിയേ, 2ന്റെ പവറിലാണ് അത് പോയിരിക്കുന്നത് അല്ലേ. ആദ്യത്തത് 3 ആണ്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ 2ന്റെ സ്ക്വയർ എന്ന് 1 കുറച്ചു. അപ്പോൾ എത്രയാണ്? 4ന്ന് 1 കുറച്ചു 3 എന്ന് കിട്ടും. അടുത്തത് 2ന്റെ ക്യൂബ്. 2ന്റെ ക്യൂബ് അല്ല, 2⁴ ആണ്. അതല്ലേ 16. 2⁴ 1 കുറച്ചു. 2⁴ എന്ന് പറയുന്നത് 16 ആണ്. 16ന്ന് 1 കുറച്ചു 15. അപ്പോൾ നമുക്ക് 2, 4 അടുത്തെന്തായിരിക്കും? 6 ആയിരിക്കും. 2⁻6 നിന്ന് 1 കുറയ്ക്കണം. അപ്പോൾ 2⁻6 എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെയാണ് നമ്മൾ 2⁻6 കണ്ടുപിടിക്കുന്നത്? 2ന്റെ ക്യൂബിൻ്റെ സ്ക്വയർ എടുത്താൽ പോരെ. x⁻m the whole raised to n. x⁻mn 6 കിട്ടൂലേ. 3 × 2 6 കിട്ടും. അപ്പോൾ 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8. 8ന്റെ സ്ക്വയർ എത്രയാണ്? 64. 64 നിന്ന് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നു? 63 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ഇതാണ്. ഓപ്ഷൻ ഡി. 61 ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഓക്കെ. വേറെ ഒന്നുണ്ടെങ്കിൽ ബാക്കി നമ്പർ നോക്കാം. അടുത്ത ഏതായിരിക്കും? 2⁸8. 2⁸8 - 1 ആയിരിക്കും അടുത്ത നമ്പർ അല്ലേ. 2⁸8 എങ്ങനെ കണ്ടുപിടിക്കും? 2⁴ the whole square ആയിരിക്കും അല്ലേ. 2⁴ നമുക്ക് അറിയാം 16 ആണെന്ന്. 16ന്റെ സ്ക്വയർ എത്രയാണത്? 256 ആണ്. അങ്ങനെ കണ്ടുപിടിച്ചുകൂടെ. അപ്പോൾ 256 1 കുറച്ചു 255 എന്ന് കിട്ടി. അങ്ങനെയാണ് ആ 3ാമത്തെ ടേം വന്നിരിക്കുന്നത്. 255. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 62ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗൺ
ബുള്ളറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചിമ്നി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അല്ലേ, ചിമ്നി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്മോക്കുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് വരുന്നു, ചിമ്മിനിയിൽ നിന്ന് എന്ത് വരുന്നു? സ്മോക്ക് വരുന്നു, പുക വരുന്നു. 62 ഓപ്ഷൻ മലയാളം നോക്ക്. അപ്പോൾ 62 എന്ത് കിട്ടി? ഓപ്ഷൻ സി എന്ന് കിട്ടി. അടുത്തത് 63ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഓഡ് വൺ. 1116 ഉണ്ട്, 288 ഉണ്ട്, 576 ഉണ്ട്, 964 ഉണ്ട്. ഇതിന്ന് ഒറ്റപ്പെട്ടത് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ് കേട്ടോ. 63 ക്യാൻസൽഡ്. ഓക്കെ. അടുത്ത 64ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ സർട്ടൻ കോഡ് ടീച്ചർ ഈസ് റിട്ടേൺ as YJFHMJW. ഹൗ വിൽ ദ വേർഡ് എഡ്യൂക്കേഷൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദാറ്റ് കോഡ്? ആ കോഡിൽ എഡ്യൂക്കേഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? അപ്പോൾ നമുക്ക് തമ്മിലുള്ള കണക്ഷൻ ആദ്യം നോക്കാം. എങ്ങനെ വരും? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ടീച്ചർ എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്? ടീച്ചർ കോഡഡ് ആസ് എങ്ങനെയാണ്? YJFHMJW അല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ടി കഴിഞ്ഞിട്ട് എത്രാമത്തെയാണ്? വൈ. ടി കഴിഞ്ഞിട്ടാണ് വൈ എന്നറിയാം. ടിയുടെ കൂടെ എത്ര കൂട്ടണം? ടി കഴിഞ്ഞ് UBWXY, അതാണ് +5 ആണ്. ടിയുടെ കൂടെ +5 ആണ് എന്തെന്ന് പറയുന്നത്? വൈ എന്ന് പറഞ്ഞിരിക്കുക. +5. ഇയുടെ കൂടെ ഇ കഴിഞ്ഞ് FGHIJ, ജെ എന്ന് പറയുന്നത് +5 ആണ്. എയുടെ കൂടെ +5 ചെയ്യുമ്പോൾ എഫ് കിട്ടുന്നു. സിയുടെ കൂടെ +5 ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? എച്ച് കിട്ടുന്നു. എച്ചിൻ്റെ കൂടെ +5 ചെയ്യുമ്പോൾ എച്ച് കഴിഞ്ഞ് IJKLM, അപ്പോൾ +5 തന്നെയാണ്. ഇയുടെ കൂടെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അവിടെയും +5 ആണ്. ആറിൻ്റെ കൂടെയും +5 ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? W കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ എഡ്യൂക്കേഷനെ എങ്ങനെ കോഡ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യാം? ഇ കഴിഞ്ഞ് ഇയുടെ കൂടെ +5 ചെയ്യണം. നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ജെ ആണ്. ജെ എല്ലാ ഓപ്ഷനിലും ഉണ്ട്. അടുത്തത് ഡി ആണ്. ഡിയുടെ കൂടെ ഡി കഴിഞ്ഞ് EFGHI, ഐ ആണ്. JI വരും. അങ്ങനെ വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്, സിയും ഡിയും. അടുത്തത് നോക്കാം. അടുത്ത ലെറ്റർ ആണ്. അടുത്ത ലെറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോഴത്തേനും നമുക്ക് ആൻസർ കിട്ടും അല്ലേ. യു കഴിഞ്ഞ് +5 ചെയ്യണം. +5 ചെയ്യണം. അപ്പോൾ നോക്കുക, UBWXYZ. ഇസഡ് ആയിരിക്കും അടുത്ത നമ്പർ. ഓപ്ഷൻ സി. 64 ഓപ്ഷൻ സി എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 64 ഓപ്ഷൻ സി കിട്ടി. അടുത്തത് 65ാമത്തെ ക്വസ്റ്റ്യൻ. 65 ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? കോഡ് തന്നിട്ടുണ്ട്. ഓരോന്നും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് തന്നിട്ടുണ്ട്. ഹാഷ് ഇൻറ്റു ആണ്. അടുത്ത കോഡ് അറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എഴുതാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കാം. 6 ഹാഷ് എങ്ങനെയാണ്? ഇൻറ്റു ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻറ്റു 13. പിന്നെ ഈ തന്നിരിക്കുന്നത് എന്താവുന്നു? പ്ലസ് ആവുന്നു. കാണുന്നുണ്ടല്ലോ, പ്ലസ് ആവുന്നു. +45. പിന്നെ അറ്റ് എന്താവുന്നു? അറ്റ് ഡിവിഷൻ ആകുന്നു. ഡിവിഷൻ 3. പിന്നെ ഈ തന്നിരിക്കുന്നത് മൈനസ് ആകുന്നു. 7. പിന്നെന്താണ്? ഹാഷ് ഉണ്ട്. ഇൻറ്റു 12. ഇനി നമുക്ക് എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്യാം. വേർഡ് മാസ് വെച്ചാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഡിവിഷൻ ചെയ്യും. 45/3 എന്ന് പറയുന്നത് എന്താവും? അത് 45/3 15 ആവും. പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് 6 × 13, 6 × 13 ആണ്. 18. പിന്നുള്ള 1 6 1 7 78 ആവുന്നു. 78 + 15 മൈനസ് 12 × 7 72 84 ആണ് അല്ലേ. ഓക്കെ. ഇനി 78ഉം 15ഉം കൂട്ടി എത്ര കിട്ടുന്നു? 78ഉം 10ഉം കൂട്ടിയാൽ 88. 88ഉം 5ഉം കൂട്ടിയാൽ 93. അപ്പോൾ ബാക്കിയുള്ള 93 മൈനസ് 84 എന്ന് വരും. 93 84 കുറയ്ക്കണം. പിന്നെ 6 ഉണ്ട്, 9 എന്ന് കിട്ടും. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി. 65 ഓപ്ഷൻ ബി 9 എന്ന് കിട്ടി. അടുത്തത് 66ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റാം ഈസ് ദ ബ്രദർ ഓഫ് സൺ ഓഫ് മാധവ് സൺ. മാധവിൻ്റെ മകൻ്റെ ബ്രദർ ആണ് ആര്? റാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ ഈസ് റാം റിലേറ്റഡ് ടു മാധവ്? നോക്ക്, മാധവുണ്ട്. മാധവിന് മകനുണ്ട് ഇല്ലേ? മകൻ്റെ മകനാണ്. അപ്പോൾ അടുത്ത ജനറേഷൻ നോക്കും. അവൻ്റെ ബ്രദറാണ് ആര്? റാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റാമും മാധവും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. മകൻ്റെ മകനല്ലേ? മാധവിൻ്റെയും മകൻ്റെ മകനാണ് ആര്? റാം എന്ന് പറഞ്ഞിരിക്കുന്നത്. റാം റിലേറ്റഡ് ടു മാധവ്. എന്തായിരിക്കും? ഗ്രാൻഡ് ഫാദർ ഓർ ഗ്രാൻഡ് സൺ? കൊച്ചു മകനായിരിക്കും, ഗ്രാൻഡ് സൺ ആയിരിക്കും. ഏത്? റാം എന്ന് പറയുന്നത്. റാമാണ് ഗ്രാൻഡ് സൺ. ഹൗ ഈസ് റാം റിലേറ്റഡ് ടു മാധവ്? മാധവുമായിട്ടുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. റാമിൻ്റെ ആരാണ്?
ഗ്രാൻഡ് ഫാദറാണ്, മാധവിൻ്റെ ഗ്രാൻഡ് സണ്ണാണ്. ഓക്കെ, അടുത്തത് 67ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ക്ലോക്ക് സീൻ ത്രൂ എ മിറർ ഷോസ് 7:10 7:10 സമയം ക്ലോക്കിൽ. വാട്ട് ഈസ് ദ കറക്റ്റ് ടൈം ഷോൺ ഇൻ ദ ക്ലോക്ക്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ലോക്കിൽ കാണിച്ചിരിക്കുന്ന കറക്റ്റ് സമയം കണ്ടുപിടിക്കണം. മിററാണ് ക്വസ്റ്റ്യൻ, മിറർ ഇമേജ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 23:60 നിന്ന് തന്നിരിക്കുന്ന വാല്യൂ കുറയ്ക്കും, 7:10 കുറയ്ക്കും. അപ്പോൾ എന്ത് വരും? ഇവിടെ 50 വരുന്നു. 23 നിന്ന് 7 കുറയ്ക്കണം. 23 നിന്ന് 7 കുറച്ചാൽ എത്ര കിട്ടും? 16 കിട്ടും. 16:50 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് റെയിൽവേ ടൈം പോലെ. 16:50 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4:50 ഓപ്ഷൻ എ. 67 ഓപ്ഷൻ എ എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 68ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ആംഗിൾ ട്രേസ്ഡ് ബൈ ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ഇൻ 35 മിനിറ്റ്സ്? 35 മിനിറ്റ്സിൽ എന്ത് ചെയ്യുന്നത്? ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിയിൽ കാണിക്കുന്ന കോണളവ് എത്രയാണ്? 35 മിനിറ്റിൽ ഉള്ള കോണളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 35 മിനിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എത്ര വരും? എത്ര സമയം കഴിഞ്ഞിട്ടുണ്ടാവും? 7 ആയിരിക്കും അല്ലേ? 35 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7 ആയിരിക്കും. അപ്പോൾ ഓരോ ഇതിലും 30 ഡിഗ്രി വെച്ചാണ് പോകുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇങ്ങനെ നോക്കുമ്പോൾ ഇത് 1, ഇത് 12, 1, 2, 3, ഇവിടെ 4, അടുത്ത 5, ഇത് 6. ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അടുത്ത 7 ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഓരോന്നിലും ഇവിടെ എത്രയായിരിക്കും? 30 ഡിഗ്രി വെച്ചായിരിക്കും കൂടി പോകുന്നത്. അപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 7 വരെ എത്തി. അങ്ങനെയാണെങ്കിൽ ഓരോന്നിലും 30 വെച്ചുകൊണ്ട് 7 × 30 ചെയ്യുന്നു. എത്ര കിട്ടുന്നു? 210 കിട്ടും. ഓക്കെ അല്ലേ? 7 × 30 210 കിട്ടി. അടുത്തത് 69ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഫെബ്രുവരി 1 ഓഫ് 2008 ഈസ് വെനസ്ഡേ. 2008 ഫെബ്രുവരി 1 വെനസ്ഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2008 മാർച്ച് 4 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? തന്നിരിക്കുന്നത് ലീപ്പ് ഇയർ ആണോ നോക്കും. ചെക്ക് ചെയ്യുമ്പോൾ അതെന്താണ്? 2008 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണല്ലോ, ലീപ്പ് ഇയർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫെബ്രുവരിയിൽ മൊത്തം 29 ദിവസം വരും. അതിൽ ഫെബ്രുവരി 1 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര? 28 ദിവസമുണ്ട്. പിന്നെ അതിൽ ഓഡ് ഡേയ്സ് ഇല്ല. 28 7 ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആണ്. അതുകൊണ്ട് എന്തില്ല? ഓഡ് ഡേയ്സ് ഫെബ്രുവരിയിലില്ല. മാർച്ചിൽ 4 ദിവസവും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഫെബ്രുവരി 1 നിന്ന് അത് വെനസ്ഡേ തന്നിട്ടുണ്ട്. വെനസ്ഡേയുടെ കൂടെ എന്ത് ചെയ്യണം? +4 ഡേയ്സ് ചെയ്യണം. വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എന്ന് വരും. ഓപ്ഷൻ ബി. 69 ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓക്കെ, 70ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 70. ഇഫ് പി ഈസ് ദ സൗത്ത് ഓഫ് ക്യൂ. പി ഉണ്ട്. പി ഇരിക്കുന്ന എങ്ങനെയാണ്? ക്യൂവിൻ്റെ സൗത്തിലാണ് പി ഉള്ളത്. ആൻഡ് ആർ ഈസ് ദ വെസ്റ്റ് ഓഫ് ക്യൂ. ആർ എന്ന് പറയുന്നത് ക്യൂവിൻ്റെ വെസ്റ്റിലാണ് ആർ. ഇൻ ദാറ്റ് ഡിറക്ഷൻ ഈസ് പി വിത്ത് റെസ്പെക്ട് ടു ആർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻ വാട്ട് ഡിറക്ഷൻ ഈസ് പി വിത്ത് റെസ്പെക്ട് ടു ആർ? പി ആറുമായിട്ട് നോക്കുമ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? പിയും ആറും തമ്മിലുള്ളത് എങ്ങനെയാണ്? വിത്ത് റെസ്പെക്ട് ടു ആരാണ്? ആറും വെച്ച് നോക്കുമ്പോൾ പി എവിടെയാണ് ഇരിക്കുന്നത്? ആറിൻ്റെ ഏത് പൊസിഷനാണ്? ഇങ്ങോട്ട് എന്താണ്? ഈസ്റ്റ്. ഇങ്ങോട്ടെന്താണ്? സൗത്ത്. അപ്പോൾ എങ്ങനെ വരും? സൗത്ത് ഈസ്റ്റ് എന്ന് വരും. സൗത്ത് ഈസ്റ്റ് ഓപ്ഷൻ സി. 70 ഓപ്ഷൻ സി എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് കമൻറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ? മലയാള ക്വസ്റ്റ്യൻ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, വായിച്ച് നോക്കണം. വീഡിയോ പോസ് ചെയ്ത് തന്നെ ചെയ്യണം. ഓക്കെ, താങ്ക് യു.